വളരെ ചെറിയ ഒരു കൂട്ടായ്മയിൽ നിന്നും രൂപപ്പെട്ട വളരെ വലിയ ഒരു ആശയമാണ് ഈ വില്ലേജ്. ചെറിയൊരു കൂട്ടായ്മയിൽ ടെക്നോളജി എങ്ങനെ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഒരു ചർച്ചയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കൺസെപ്റ്റാണ് ഈ വില്ലേജ്. ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയും ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയുണ്ടായി. വളരെ പതുക്കെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ കോവിഡിൻ്റെ ശേഷം ആളുകൾ വളരെ നന്നായി ഉപയോഗിക്കുകയും നമ്മുടെ നാട്ടിലുള്ള വിവിധ കാര്യങ്ങൾ അറിയുവാനും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും ഒക്കെ ഇപ്പോൾ നമ്മൾ ഈ വില്ലേജിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തുടർന്നും എങ്ങനെ നമ്മുടെ നാടിന് വേണ്ടി ടെക്നോളജിയെ ഉപയോഗിക്കാം, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടി എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലേക്ക് ഈ വില്ലേജ് നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ പരിപാടികൾ നമ്മളിവിടെ ഇന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇവിടെ ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് VR വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ആദ്യമായി നടക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനിച്ച മണക്കടവുകാർക്കുള്ള ആദരവാണ്. ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബാപ്പുട്ടി മാഷെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സ്റ്റേജിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരിമാരെ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനിച്ച നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ ഇവിടെ വിളിച്ചു വരുത്തി അവർക്കൊരു ആദരം കൊടുക്കണം എന്ന് ഈ വില്ലേജ് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത്. നമ്മളൊക്കെ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ചവരാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ 1947 മുന്നേ ജനിച്ച നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ മാന്യ വ്യക്തികൾ ഒരുപാട് ത്യാഗങ്ങൾ അവരുടെ ജീവിതത്തിൽ അന്ന് സഹിച്ചിട്ടുണ്ട്. തീർത്തും ഇരുണ്ടൊരു കാലഘട്ടം അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചിട്ടുണ്ട്. ആ അനുഭവിച്ചതിനുള്ള ഒരു ആദരമാണ് നമ്മളിന്ന് നൽകുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മളത് വിശദീകരിക്കേണ്ട ഒരു വിഷയം അല്ല. എന്നിരുന്നാലും ആ കാലഘട്ടത്തിൽ പോർവിമാനങ്ങളുടെയും പട്ടാളക്കാരുടെയും ഒക്കെ ശബ്ദം കേട്ട് തഴമ്പിച്ച ചെവികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആദരവ് എല്ലാം കൊണ്ടും അർഹിക്കുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഈ വില്ലേജ് ഇങ്ങനൊരു ഉദ്യമം തിരഞ്ഞെടുത്തതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ഈ ആദരവ് നൽകുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശാരുതി അവർകളാണ്. പ്രസിഡന്റിനെ തന്നെ നമുക്ക് ഈ ആദരവ് അർപ്പിക്കുന്നതിന് ലഭിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഏതായാലും ആ ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ചടങ്ങ് ഓരോരുത്തരെ വിളിക്കുന്നതിനും ആദരവ് നൽകുന്നതിനും അതിൻ്റെ നിയന്ത്രണങ്ങൾ നടത്തുന്നതിന് അഷ്റഫിനെ ക്ഷണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് ആദരവ് അർപ്പിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സെയ്തലവി മാസ്റ്റർ, വാർഡ് മെമ്പർമാരായിട്ടുള്ള ഷാജിയേട്ടൻ, അസീനത്ത, മറ്റ് വേദിയിലിരിക്കുന്ന പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ഈ ഒരു മണക്കടവ് ഭാഗത്തുള്ള ആളുകൾ. ഞങ്ങൾക്കൊക്കെ പലപ്പോഴും ആവേശവും അതുപോലെ തന്നെ മാതൃകയുമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാറുള്ളത്.
കേവലം ജനപ്രതിനിധികൾ മാത്രം എന്നുള്ളതിലുപരിയായിക്കൊണ്ട് മുഴുവൻ ജനങ്ങളും ഒരേ മനസ്സോടുകൂടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു ആവേശം എപ്പോഴും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാതൃക തന്നെയാണ്. നേരത്തെ ഇവിടെ വയോജനങ്ങളെ കൊണ്ടൊരു ഉല്ലാസയാത്ര വയനാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലേക്ക് മുഴുവൻ ജനങ്ങളെയും സ്പർശിക്കുന്ന രീതിയിലേക്കുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വില്ലേജ് എന്ന് പറയുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയുകയുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എല്ലാ സംവിധാനങ്ങളും അത്യാധുനികമായിട്ടുള്ള കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിലെ ഏതൊരു പ്രവർത്തനമാവട്ടെ, മറ്റേതൊരു സർക്കാർ സ്ഥാപനങ്ങളിലെയും പ്രവർത്തികളാവട്ടെ, എല്ലാം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായി അത്തരത്തിലുള്ള സേവനങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ മണക്കടവ് പ്രദേശത്തുള്ള ആളുകളെയും ഡിജിറ്റലാക്കണം എന്നുള്ള ആശയത്തോടു കൂടി ഈ ഒരു പ്രദേശത്ത് നിന്ന് ആരംഭിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ വില്ലേജ് എന്ന പദ്ധതി. പക്ഷേ അത് ഈ ഒരു പ്രദേശത്ത് നിന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ മേഖലകളിലേക്കും ഈ മുറ്റം എന്ന പദ്ധതിയായി വളരെ നല്ല രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്തായി കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി അതിനുള്ള പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ്. ഏറെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുള്ളത് ഈ ഒരു മണക്കടവ് പ്രദേശത്ത് വച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വില്ലേജ് എന്ന ഈ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് ഇവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മെറ്റാവേഴ്സ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് സാധാരണക്കാരന് പ്രാപ്യമായിട്ടുള്ളൊരു സാധനമല്ല. നമ്മൾ പല ഹൈലൈറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ എത്തുന്ന സമയത്താണ് പലപ്പോഴും ഇത് ആദ്യമായിട്ട് കാണുക പോലും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ എത്തിക്കാൻ വേണ്ടി ഇവിടുത്തെ ഈ വില്ലേജിന് സാധിച്ചു എന്നുള്ളത് ഏറെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. കൂടുതലൊന്നും തന്നെ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നടത്തുന്ന മുഴുവൻ പരിപാടികൾക്കും എല്ലാ രീതിയിലുമുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. അഭിവാദ്യം. ബഹുമാന്യനായ അധ്യക്ഷൻ, ഉദ്ഘാടകൻ നമ്മുടെ MLA PT റഹീം സാർ, ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി അഡ്വക്കേറ്റ് ശാലുതി, അതുപോലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ, വേദിയിലും സദസ്സിലുമുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി, ഈ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് മാന്യ സുഹൃത്തുക്കളെ, ഞാനിങ്ങോട്ട് വരുമ്പോൾ തന്നെ സമയത്തിൻ്റെ പരിമിതി എന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. അതെന്തെന്നാൽ നമ്മുടെ നാട്ടിൽ ഷിരൂരിലായാലും വയനാട്ടിലായാലും വലിയ ദുരന്തം അനുഭവപ്പെട്ടപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ പേർ അവരുടെ രക്ഷയ്ക്കും സാന്ത്വനത്തിനുമായി ഇറങ്ങിപ്പുറപ്പെട്ടവരെ ഇവിടെ വെച്ച് ആദരിക്കുന്നു എന്ന് അറിഞ്ഞതാണ് എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഏറ്റവും സന്തോഷം നൽകിയ കാര്യം. പിന്നെ ഞങ്ങൾക്കൊക്കെ തന്നിട്ടുള്ള ഈ ആദരവ് ഞങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജയിച്ചു പോയി എന്നുള്ള ഒരു കുറ്റം കൊണ്ടാണ്. ഏതായാലും അന്ന് ഇവിടെ ജനിച്ച് കുറച്ചു കാലം ജീവിച്ച് ആ കഷ്ടപ്പാടുകൾ ശരിക്കും അനുഭവിക്കാനിടയായ ഈ ഞങ്ങൾക്ക് തന്ന ഈ ആദരവിനും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ കൂടുതൽ സംസാരിച്ച് ഇവിടുത്തെ സമയം കവർന്നെടുക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം അറിയിച്ചുകൊണ്ടും ഈ ചടങ്ങിനും ഞങ്ങൾക്ക് തന്ന ഈ ആദരവിനും, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ വെച്ച് ആദരിക്കപ്പെടുന്ന നമ്മുടെ DYSP ശിവൻ ഷാജി
എൻ്റെ ഒരു ശിഷ്യൻ കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് അതിലധികം സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ സംഘടിച്ചതിന് വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ഷാജി പനങ്ങാവിൽ, ഹസീന അസീസ്, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുജിത്ത് കാഞ്ഞോളി, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഇവിടെ ആദരവിന് അർഹരായിട്ടുള്ള ഏറെ പ്രിയമുള്ളവരെ, മണക്കടവിലെ സ്നേഹമുള്ള നാട്ടുകാരെ, ഇൻഡിപെൻഡൻസ് ഈ വില്ലേജ് മണക്കടവിൻ്റെ നേതൃത്വത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ അല്പം സമയം വൈകിയാണ് എത്തിച്ചേർന്നത്. രാവിലെ മണിയൂരിൽ ഒരു പരിപാടിക്ക് പോയത്. മണിയൂരിൽ നിന്ന് നേരിട്ട് വരുന്ന വഴിയാണ്. വരാൻ തന്നെ കാരണം ഷാജിയും ഇന്ന് രാവിലെ ബഷീർക്കായും പ്രത്യേകം വിളിച്ച് എത്തിച്ചേരണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എത്തിച്ചേർന്നതാണ്. ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. പക്ഷെ എത്തിച്ചേർന്നപ്പോൾ എത്രയും മനോഹരമായിട്ടുള്ള ഒരു പരിപാടിക്കാണ് എത്തിച്ചേർന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. മുന്നിൽ ഷാളൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജീവിച്ച മുതിർന്ന പൗരന്മാരെ കാണുമ്പോൾ ഏറെ ബഹുമാനവും ആദരവും തോന്നുകയാണ്. കാരണം അത്രമാത്രം അനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു വന്നിട്ടുള്ള മനുഷ്യരാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഈ രാജ്യത്ത് ജീവിക്കാനും ആ കാലഘട്ടത്തിലെയും അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിലെയും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളെയും ആർജിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു പൗരസമൂഹത്തെ ഈ വില്ലേജിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആദരിക്കുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷം. ആ മുതിർന്ന മുഴുവൻ പൗരന്മാർക്കും ഏറെ ആദരവോടുകൂടി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ കുട്ടി കർഷകനെ ആദരിച്ചു. സജിത്ത് മാഷ് വരച്ചു കൊടുത്ത മനോഹരമായിട്ടുള്ള ചിത്രം, അതാണ് എല്ലാവർക്കും ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു വല്ലാത്ത സവിശേഷതകളുണ്ട്. മനോഹരമായിട്ടുള്ള പെൻസിൽ സ്കെച്ച്, അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള എഴുത്ത് ഒക്കെ അതിമനോഹരമായിട്ടുള്ള ഒരു മൊമെൻ്റോ. ഇത്ര ചെറുപ്പത്തിൽ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങാൻ സാധിച്ച മിടുക്കനായിട്ടുള്ള ആ കർഷകനെ, അവൻ ഏറ്റവും വലിയവനാണ്, ചെറിയ കുട്ടിയാണ്. പക്ഷേ ആ ചെറിയ കുട്ടിയെ ഏറ്റവും വലിയ ഒരു ആളായിട്ട് തന്നെയാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. അങ്ങനെ പരിഗണിക്കാൻ സാധിച്ചിട്ടുള്ള ഈ വില്ലേജിനെ വളരെ സ്നേഹപൂർവ്വം തന്നെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം ബഷീർക്കയുടെ അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം അവതരിപ്പിക്കും. അദ്ദേഹം കർണാടകയിലെയും വയനാട്ടിലെയുമൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള TDRFൻ്റെ മറ്റ് പ്രവർത്തകന്മാർ. പക്ഷേ കർണാടകയിൽ പോയത് ബഷീർക്ക മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ അർജുൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് TV ചാനലുകളിൽ ദിവസങ്ങളോളം അതിൻ്റെ വാർത്തയുടെ അലയൊലികൾ നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന
ഒന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് വയനാട്ടിലെ ദുരന്തവും വിലങ്ങാട്ട ദുരന്തവും ഉണ്ടായിട്ടുള്ളത്. വയനാടിൻ്റെ ദുരന്തത്തിൽ വിലങ്ങാട് മുങ്ങിപ്പോയി. അതോടൊപ്പം അർജുൻ്റെ കർണാടകയിലെ വാർത്തയും പിന്നെ മുങ്ങിപ്പോയി. വിലങ്ങാട് നമ്മൾ പോയി കാണേണ്ട തന്നെയാവും. ഭീകരമായ രീതിയിൽ അവിടെ ഒരു മരണമേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞാൽ, പക്ഷെ പോയി കണ്ടാലറിയാം നമുക്ക്. വയനാട് സംഭവിച്ച പോലെ തന്നെ ഒരു മല ഇടിഞ്ഞു വന്ന് ഒരു പ്രദേശത്തെ മൊത്തം തകർത്ത് തരിപ്പണമാക്കിയാണ് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്ടിലും ഉണ്ടായിട്ടുള്ളത്. അതും അതിഭീകരമാണ് അവിടുത്തെ കാഴ്ചകൾ. അത് പോയി കണ്ടാലേ നമുക്ക് ആ കാഴ്ചകളുടെ ഭീകരത മനസ്സിലാവും. വയനാട്ടിലെ കാഴ്ചകളെ സംബന്ധിച്ചിടത്തോളം ബഷീർക്ക ഇവിടെ പറയുകയുണ്ട്. ഏതായാലും അങ്ങനെയൊക്കെ ഒരു സന്നദ്ധ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങാനുള്ള മനസ്സുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്. അവരെയൊക്കെ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അത്തരത്തിലുള്ള മനുഷ്യസ്നേഹികൾ ചെയ്യുമ്പോൾ അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കുക എന്നതാണ് നന്മയുള്ള മനസ്സുകൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഈ വില്ലേജ് ഇവിടെ നിർവഹിക്കുന്നത്. വയനാട്ടിലൊക്കെ ദുരന്തത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഫയർ ഓഫീസർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അവയവം കിട്ടി ആ വെള്ളത്തിൽ തന്നെ അത് കഴുകി നോക്കിയപ്പോൾ അതിലൊരു ജീവൻ്റെ തുടിപ്പുണ്ടായിരുന്നു. അതൊരു ഗർഭപാത്രമായിരുന്നു. ആ ഗർഭപാത്രത്തിൽ അപ്പോഴും ജീവൻ തുടിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു. അതെടുത്ത ആ മനുഷ്യൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു. പിന്നെ അത് കിട്ടിയില്ല, പോയി. അതിലും അപ്പുറം ഹൃദയഭേദകമായിട്ടുള്ള ഒന്ന് നമുക്ക് വേറെന്താണ് കേൾക്കാനുള്ളത്? 48 ഒരു കുടുംബത്തിൽ 48 ആളുകളാണ് നഷ്ടപ്പെട്ടു പോയത്. ഒരാൾ അയാളുടെ ജീവിതം മുഴുവൻ ഗൾഫിൽ താമസിച്ച് അവസാനം ഉണ്ടാക്കിയ പൈസയൊക്കെ പാടെ കൊണ്ടുവന്ന് ചൂരൽമല ടൗണിൽ അവിടെ ഒരു സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് വെച്ച് അതിൻ്റെ മുമ്പത്തെ മാസം അതിൻ്റെ വീട്ടുകൂടൽ നടത്തി സ്വസ്ഥമായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ജീവിതം മുഴുവൻ ഗൾഫിലായിരുന്നു. അവിടെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ആ വീട്ടിലേക്ക് ഒന്ന് താമസിച്ചിട്ടേ ഉള്ളൂ. ആ മനുഷ്യൻ്റെ വീടുമില്ല, ഒന്നുമില്ല. ഇത്തരത്തിലുള്ള ദയനീയവും കരളലിയിക്കുന്നതുമായിട്ടുള്ള എത്ര കാഴ്ചകളാണ് നമ്മളെ വേദനിപ്പിക്കുന്ന കാഴ്ചകളായി അവശേഷിക്കുന്നത്. പക്ഷേ നന്മയുടെ ഒരു വല്ലാത്ത ലോകമാണ് നമ്മൾ ഈ കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ 216 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അങ്ങനെ കുത്തിയൊഴുകി ചെന്നു. അവരവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഓരോരുത്തർ ചെയ്യാൻ. സാധനങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. അവസാനം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് ജില്ലാ കളക്ടർ പറയുകയാണ്. ഇനി സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന്. അത്രമാത്രം മനുഷ്യസ്നേഹത്തിൻ്റെ, ഉറവ പറ്റാത്ത മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു നാടാണ് നമ്മുടെ ഈ കേരളം. അത്തരമൊരു കേരളത്തിൻ്റെ പരിസരത്തിൽ ഈ മണക്കടവ് എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങളെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നു എന്നത് ശ്ലാഘനീയം തന്നെയാണ്. എല്ലാ കക്ഷി രാഷ്ട്രീയങ്ങളെയും വകഞ്ഞു മാറ്റി ഇങ്ങനെ ഒത്തുചേരാൻ കഴിയുന്നു എന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഏതായാലും ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്. യാസർക്ക പറഞ്ഞതുപോലെ കവിത ചൊല്ലാൻ ഞാൻ ഏതായാലും ഇന്ന് ഇവിടെ പാട്ടും കവിതയൊന്നുമില്ല. ഞാൻ രാവിലെ എന്നോട് വിളിച്ചുങ്ങാണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കാര്യം ശരിയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതിന് പറ്റിയതല്ല. അതുകൊണ്ട് സ്നേഹപൂർവ്വം എന്നോട് ക്ഷമിക്കുക. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഒരു കവിതയിൽ പറയുന്നത്, ആർത്തസ്വരം കേട്ടൊരു കാതുകാത്, കാരുണ്യമാർന്നീടിന ദൃഷ്ടി സാന്ത്വോക്തിയോതീടിന ജിഹ്വ സാധുക്കളെ താങ്ങിന ബാഹുബാഹു.
ഇനൻ്റെ ചെന്തീക്കതിർ മാരി നിത്യമിടം പെടും തൻ തലകൊണ്ടു താങ്ങി നമ്മൾക്ക് പച്ചക്കുടയും പിടിച്ച് തെന്മാവധാധീനതയാലു നിൽപ്പു. ഉല്ലാസം ഉൾക്കൊണ്ടുയരപ്പറക്കും ഒരോമന പൈങ്കിളി നമ്മെ നോക്കി ചെവിക്കുരുന്നിൽ നറുതേൻ തെളിക്കും സ്വാതന്ത്ര്യ സംഗീതമുയർത്തിയിടുന്നു. ഇറുപ്പവനും മലർഗന്ധമേകും, വെട്ടുന്നവനും തരുചൂടകറ്റും, ഹനിപ്പവനും കിളിപ്പാട്ടുപാടും, പരോപകാര പ്രവണം പ്രപഞ്ചം എന്നാണ്. ആർത്തസ്വരം കേട്ടൊരു കാത്. നമ്മൾക്ക് ഈ നമ്മുടെ തലയിൻ്റെ ഇരുവശങ്ങളിലും വിരിഞ്ഞു നിൽക്കുന്ന 2 കാതുകളുണ്ട്. 2 കാതുകൾ തന്നത് തന്നെ എന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ കേൾക്കാനും. ഒരു വായേ ഉള്ളൂ, 2 കാതുമാണ്. കൂടുതൽ കേൾക്കുക, കുറച്ച് പറയുക എന്നുള്ളതാണ്. അവിടെ ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. കൂടുതൽ കേൾക്കാനും കുറച്ച് പറയാനുമാണ് നമുക്ക് ഒരു വായയും 2 കാതും തന്നത്. ഈ തലയ്ക്ക് ഇരുവശങ്ങളിലും ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന 2 കാതുകൾ. ആ കാതുകളുള്ളത് ആർത്തന്മാരുടെ നിലവിളി കേൾക്കാനുള്ള കാതുകളാണ്. അതാണ് ആർത്തസ്വരം കേട്ടൊരു കാത്. ആർത്തന്മാരുടെ നിലവിളികൾ കേൾക്കാൻ കഴിയുന്ന കാതുകൾക്ക് മാത്രമേ യഥാർത്ഥ കാതുകളാകാൻ കഴിയൂ. സാന്തോക്തിയോദീടിന ജുഹ, വലിയ നീളമുള്ള നാവുണ്ട്. ആ നാവ് ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയാനുള്ളതല്ല. സാന്ത്വന വചസ്സുകൾ ഉരിയാടാനുള്ളതാണ് നമ്മുടെ നാവുകൾ. നമ്മൾക്ക് 2 മനോഹരമായ കണ്ണുകളുണ്ട്. ആ കണ്ണുകളിങ്ങനെ സുറുമ എഴുതി മനോഹരമാക്കി വയ്ക്കാൻ മാത്രമുള്ളതല്ല. ആ കണ്ണുകൾ കാരുണ്യമാർന്നീടിന ദൃഷ്ടി മറ്റുള്ളവർക്ക് നേരെ കരുണ വഴിയുന്ന കണ്ണുകളാണ് യഥാർത്ഥ കണ്ണുകൾ. മനോഹരമായ കയ്യുകളുണ്ട്. സാധുക്കളെ താങ്ങിന ബാഹു, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മളെ കൈകൾ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് അത് യഥാർത്ഥ കരങ്ങളായിത്തീരുക, യഥാർത്ഥ മനുഷ്യൻ്റെ കൈകളായിത്തീരുക എന്നാണ്. അത് തന്നെയാണ് പ്രകൃതിയും ചെയ്യുന്നത് എന്നാണ്. ഇതാണ് മനുഷ്യൻ്റെ അവയവങ്ങളുടെ ധർമ്മം. അത് തന്നെയാണ് പ്രകൃതി. ഇനൻ്റെ ചെന്തീക്കതിർ മാരി നിത്യം ഇടംപെടും തൻ തലകൊണ്ടു താങ്ങി നമ്മൾക്ക് പച്ചക്കുടയും പിടിച്ച് തേന്മാവധാ ദീനതയാലു നിൽപ്പു. ഒരു തേന്മാവ് നമ്മളുടെ അതിനടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വെയിൽ മുഴുവൻ അത് ഏറ്റുവാങ്ങുകയാണ്. ഇനൻ്റെ ചെന്തീക്കതിർ, സൂര്യൻ്റെ തീക്ഷ്ണമായിട്ടുള്ള വെയിൽ അത് ഏറ്റുവാങ്ങുന്നു തൻ്റെ ശിരസിൽ. അതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ആൾക്ക് അതപ്പോഴും തണല് നൽകുകയാണ്. ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു പക്ഷി നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിൻ്റെ പാട്ടുപാടുകയാണ്. ഇറുത്തെടുക്കുന്ന ഒരു പുഷ്പം ആ അറുത്തെടുക്കുന്നവനും അറുത്തെടുക്കുന്നത് വരെ അതിൻ്റെ ഗന്ധം നൽകിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടുന്നവനും തരുചൂടകറ്റും. ഒരു മരത്തിൻ്റെ കീഴെ നിന്ന് ഒരു മരത്തെ നമ്മൾ വെട്ടിവീഴ്ത്തുന്നത് വരെ ആ വെട്ടിവീഴ്ത്തുന്നവന് പോലും തണലു നൽകുകയാണ് ഒരു മരം ചെയ്യുന്നത്. ഇതാണ് പ്രകൃതി ചെയ്യുന്നത്. ഇതാണ് മനുഷ്യനും ചെയ്യേണ്ടത്. ആ പരോപകാര പ്രവണതയുള്ള പരോപകാര പ്രവണം പ്രപഞ്ചം, ആ പരോപകാരത്തിൻ്റെ ഒരു ആൾരൂപങ്ങളെയാണ് ഇവിടെ ആദരിക്കപ്പെട്ടത്. ഈ TDRFൻ്റെ പ്രവർത്തകന്മാരായാലും ഇവിടെ ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തി ആദരിക്കപ്പെട്ട ആളുകളൊക്കെ ഈ പരോപകാരത്തിൻ്റെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, മനുഷ്യ സ്നേഹത്തിൻ്റെ ആ വലിയ ഔദാത്തമായിട്ടുള്ള മാതൃകകളെ വിളിച്ചു വരുത്തി ഇങ്ങനെ അഭിനന്ദിക്കാൻ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ വലിയ മനസ്സിന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാവിധ സ്നേഹാദരവുകളും അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത ആദരിച്ച ഇവിടെ ഇരിക്കുന്ന മുതിർന്ന സഹോദരങ്ങൾ, മറ്റ് നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ പരിപാടിക്ക് വൈകിയത് തെക്കേ വള്ളിക്കുന്ന് ഒരു വിജീഷ് എന്ന ചെറുപ്പക്കാരൻ, 37 വയസ്സുള്ള ചെറുപ്പക്കാരൻ 2 കിഡ്നിയും നഷ്ടപ്പെട്ട് അവരുടെ ഒരു ചികിത്സ സഹായ കമ്മിറ്റിയുടെ സ്റ്റാർട്ടിങ് ഇന്നാണ് ആ കമ്മിറ്റി മീറ്റിംഗ് ആദ്യമായി വിളിക്കുന്നത്. അപ്പോൾ അവിടെ പോവുകയും അവിടെ നിന്ന് ഈ മീറ്റിംഗ് കഴിയാൻ വൈകി. മെമ്പർ ജയരാജേട്ടൻ മാത്രമായതുകൊണ്ട് അവിടെ ഇരിക്കേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് വൈകിയത്. അതിൽ നിങ്ങളോട് ക്ഷമാപണം നടത്തുകയാണ്. ഇവിടെ നടക്കുന്ന ഈ പരിപാടിക്ക്
എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. മണക്കടവിൽ ഒരുപാട് വെറൈറ്റി പരിപാടികൾ നമുക്കറിയാം. മറ്റേ കുറിക്കല്യാണം ഉൾപ്പെടെയുള്ള നമ്മൾ വയസ്സായ ആളുകളെ ടൂർ കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള ഒരുപാട് വെറൈറ്റി പരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള പരിപാടികൾ നടത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനം നമ്മുടെ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ഇവരെല്ലാവരും തന്നെ ഈ പരിപാടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഓരോരുത്തരെയും പ്രത്യേകം എടുത്തു പറയുന്നില്ല. ഈ ഒരു പരിപാടിക്ക് ശേഷം ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ നാടിൻ്റെ മേന്മകൾ കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയുടെ പ്രദർശനമാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കിട്ടാവുന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ടാണ് ഈ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിൻ്റെ ഭാഗമായി എത്തേണ്ടതുണ്ട്. ഡോക്യുമെൻ്ററി എന്ന ഒരു ഫ്രെയിമിലേക്ക് കിട്ടാവുന്ന വിവരങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ നാടിൻ്റെ ചരിത്രം, നമ്മുടെ നാട്ടിലെ ആളുകളുടെ അറിവിൽ നിന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് നിലവിലുള്ള പുതുതലമുറയ്ക്ക് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യവും ചരിത്രവും ഇപ്പോഴുള്ള അതിൻ്റെ മേന്മയുമെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ഡോക്യുമെൻ്ററി ഈ വില്ലേജിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കെ നേരത്തെ യാസർ അറഫാത്ത് സൂചിപ്പിച്ചതുപോലെ സൂര്യവെളിച്ചം ഒന്ന് മങ്ങിയാൽ അത് ക്ലിയറായി കാണുന്നൊരവസ്ഥ എത്തിയാൽ ഉടൻ തന്നെ അതിവിടെ പ്രദർശിപ്പിക്കുന്നതാണ്. ഈ പരിപാടി കാണാനും അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും, ഈ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അതെല്ലാം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് കൂടുതൽ സമ്പുഷ്ടമായ ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നതിന് ഈ വില്ലേജ് ശ്രമിക്കുന്നതാണ് എന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള കാരണവന്മാരെ, ഈ വില്ലേജ് സുഹൃത്തുക്കളെ, കാരണം ഞാൻ 2-2.5 കൊല്ലം സുഖമില്ലാതെ അവസ്ഥയിൽ ഇനി ആദ്യമായിട്ടുള്ളൊരു പരിപാടിയാണിത്. എനിക്ക് പറയാനുള്ളത് 2010 തന്നെ രൂപം കൊടുക്കുമ്പോൾ ഈ ഫോണിലൊരു സ്വിച്ച് നമ്പർ അടിക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ. ഇന്നും അതിൻ്റെ സ്ഥിതി. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ നാട്ടിലെ പൊതുപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ വില്ലേജിന് സാധിച്ചു. ഒരു കാര്യം 2 കാര്യമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത യാസർ ഇപ്പോൾ ഒരു ഉപകാരം നമ്മൾ കൊടുത്തു. നമ്മളാ ഉപകാരമൊന്നും പോരാ അവന് ശരിക്ക്. അവൻ്റെ അധ്വാനം അത്രയല്ല അസീസ് തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത് ഇന്ന് അത് പടർന്ന് പന്തലിച്ച് 10-15 വർഷമായി. ഈ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്. എൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളെ മേലോട്ടിലെ ഒരു സുഖമില്ലാത്ത അവൻ്റെ വേണ്ടിയിട്ട് അവരെ നേതൃത്വത്തിൽ പ്രധാനമായിട്ടും ഒരു എമൗണ്ട്, നല്ലൊരു എമൗണ്ട് ഈ വില്ലേജിൽ നിന്നാണ് സംഘടിപ്പിച്ച് കൊടുത്തതെന്ന് എനിക്കറിയാം. ഞാൻ അന്ന് സുഖമില്ലാതെ കിടക്കുകയാണെങ്കിലും. അപ്പോൾ ഈ വക കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന ഒരു സംഘടന അത് വളർന്ന് പന്തലിച്ച് ഇന്ന് ഈ തോതിൽ നല്ല നിലക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള നേതൃത്വം, നല്ല നേതൃത്വമാണ്. അസീസൊക്കെ തന്നെ, അതേമാതിരി യാസർ, ബഷീർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ നേതൃത്വത്തിലുള്ളത്. ഇപ്പോൾ നമ്മളെ ദുരിതാശ്വാസത്തിൻ്റെ പ്രവർത്തനത്തിന് പോയ ബഷീർ ഇവിടെ കോവിഡ് എന്ന് പറഞ്ഞൊരു അസുഖം വന്നപ്പം അതിൻ്റെ മണക്കടവിൻ്റെ അതിർത്തികളിൽ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പ്രവർത്തിച്ച ബഷീറിൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു യോഗമാണ് അത്. നമ്മൾ പുത്തൂർമഠത്തു നിന്ന് കണ്ട് വരുന്ന റോഡ്, മറ്റുള്ള റോഡുകളൊക്കെ തന്നെ വെള്ളവും സോപ്പും വെച്ചുകൊണ്ട് അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ബഷീറാണ്. ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തനത്തിനും നമ്മൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർ, അതിൽ ജാതിയില്ല, ഭേദമില്ല, ഒന്നുമില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി സാധിച്ചു. എനിക്കൊരു അഭിപ്രായം മാത്രമാണ് പറയാനുള്ളത്. നമ്മളെ നാട്ടിലും ദുരന്തങ്ങളുണ്ടാകും. അതിനു വേണ്ടിയിട്ടൊരു സേനനെ നമ്മൾ ഇവിടെ വേണ്ടി രൂപീകരിക്കാനുള്ള ശ്രമം ഈ ചെറുപ്പക്കാർ നടത്തണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ എന്നെ ഓർത്തതിനോ നമ്മളെ കാര്യങ്ങൾക്കൊക്കെ പിന്നെ ഇതിനെ കുറിച്ച് എല്ലാ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് ശ്രുതിമാധുര്യം കൊണ്ട് ധന്യമാക്കാൻ മണക്കടവിനെ കുറിച്ച്
മണക്കടവിൻ്റെ ഈ നാടിൻ്റെ തൂലിക പൊയിലിൽ അബ്ദുൽ അസീസ് രചിച്ച അനൈന വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ മണക്കടവ് നാടിനെക്കുറിച്ച് പൊയിലിൽ അസീസ്ക എഴുതിയ വരികളാണ്. ഈ വരികളിലൂടെ പോകുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഇത്രയും ആളുകൾക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ടാവും. അതൊക്കെയാണ് ഈ വരികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേട്ടുവെക്കാം. വല്ലാത്ത വൈബാണെങ്കിലും മിണ്ടാട്ടമില്ല യൗവനം കുമ്പിട്ടു തോണ്ടും ഫോണില് സത്യവട്ടങ്ങളില്ലല്ലോ കുഴിമന്തി ഇന്ന് ഫാഷനായി കുഴി
വില്ലേജെന്നും ഈ മണ്ണിൻ ചന്ദ്രപ്രകാശമായിടും. വേദന പങ്കുവച്ചിടുവാൻ സന്മനസ്സുള്ള നാടിത്. ഈ വില്ലേജെന്നും ഈ മണ്ണിൻ ചന്ദ്രപ്രകാശമായി